കാറ്റ് അവിടെ അടിക്കുന്നുണ്ട്. ആ കാറ്റിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഈ റൂമിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്രോസ് വെന്റിലേഷൻ കിട്ടും. ഫുൾ ടൈം എയർ കണ്ടീഷനിൽ ഓടുന്ന റൂമുകളെ കുറിച്ചല്ല നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ റൂമിൽ എ സി റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒട്ടും ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇത്തരത്തിലുള്ള അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രശ്നം നിങ്ങളുടെ എ സിയുടെ മാത്രമല്ല. ഒത്തിരി ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എ സി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ നല്ല രീതിയിൽ കംഫർട്ട് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടെമ്പറേച്ചർ എന്നുള്ളത് മാത്രമല്ല നമുക്ക് കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ കംഫർട്ട് ഉണ്ടാവാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി തന്നെയാണ്. കേരളം പോലൊരു നാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേർക്കുന്ന സമയത്ത് വരുന്ന ഈ ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എ സി വെച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഈ ഒരു ഹ്യൂമിഡിറ്റി മുഴുവനായിട്ട് പോയിക്കോളുന്നില്ല. അതിനുള്ള റീസൺ പറഞ്ഞുതരാം. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം വരുന്നത്. മറ്റൊന്നുമല്ല, പ്രോപ്പറായിട്ടുള്ള എ സി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ പല ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത് ടണ്ണേജ് കൂടി എ സി വെച്ച് കഴിഞ്ഞാൽ റൂം പെട്ടെന്ന് അങ്ങ് കൂളാവും എന്നുള്ളതാണ്. ശരിയാണ്, റൂം കൂളാവും, പക്ഷേ കംഫർട്ട് ഉണ്ടായിക്കോളും നിർബന്ധമില്ല. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എ സി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് റൂമിനകത്തെ മോയ്സ്ചറിനെയൊക്കെ കൺവേർട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ടണ്ണേജ് കൂടി എ സി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം പെട്ടെന്ന് തണുപ്പാവും. റൂം പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി ഷട്ട് ഓഫ് ആവും. എ സി പെട്ടെന്ന് ഷട്ട് ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിലെ മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും റൂം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് ഉണ്ടായിക്കോളും നിർബന്ധമില്ല. ഇനി ഈ എ സി ഷട്ട് ഓഫ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ റൂം പ്രോപ്പറായിട്ട് സീൽഡ് ആണെങ്കിൽ മാത്രമാണ് ഒരു പ്രോപ്പറായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി ഷട്ട് ആവുന്നത്. നമ്മൾ ഇതല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി ഓഫ് ആവില്ല. ഫാൻ കറങ്ങുന്നത് പോലെ എ സി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മുടെ റൂം സൈസും ആ റൂം സൈസിനകത്തെ എയർ മൂവ്മെൻറ്റുമാണ്. അതായത് നമ്മൾ എ സി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എ സി ഒരു സൈഡിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മുടെ റൂമിനകത്ത് പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ എ സി അല്ലെങ്കിൽ എ സിയുടെ തണുപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തും എത്താതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും വലിയ റൂമിലൊക്കെ നമ്മൾ ഒരു പോർഷനിൽ മാത്രം എ സി വെക്കുമ്പോഴേക്കും അവിടെ തണുത്തിരിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സർക്കുലേഷൻ എത്താത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസ്കംഫർട്ട് ആയിരിക്കും ഫീൽ ചെയ്യുക. അടുത്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമിനകത്തേക്ക് ഹീറ്റും ഒരേപോലെ എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ ചെമരുകൾ, നമ്മുടെ ജനാലകൾ, ഇതിൽ കൂടെയൊക്കെ നമ്മുടെ റൂമിനകത്തേക്ക് ചൂടും ഒരേ സമയം എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ എ സി ഈ എന്താ പറയുക നമ്മുടെ ചെമരിൽ കൂടിയും വിൻഡോ കൂടിയൊക്കെ വരുന്ന ചൂടുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കാണ് നമുക്ക് കൂടുതൽ കംഫർട്ട് ഒരു പ്രശ്നം ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് പലപ്പോഴും കാറിൽ പോകുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കൂളിംഗ് ഒന്നും നമ്മുടെ വിൻഡ്ഷീൽഡ്സിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരേ സമയം നമുക്ക് തണുപ്പ് വരുന്നുണ്ടാവും, പക്ഷേ ഒരേ സമയം നമുക്ക് പുറത്തുനിന്ന് ചൂടും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട്, തണുപ്പും ചൂടും കൂടെ ഉള്ള ഒരു ഫൈറ്റിൻ്റെ ഒരു ഡിസ്കംഫർട്ട് അനുഭവിക്കുന്നത് നമ്മളായിരിക്കും. ഇനി ജനറലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ചൂടാകുമ്പോഴേക്കും നേരെ എ സി കൊണ്ടുവന്ന് അങ്ങ് വെക്കും, നമ്മളെ റൂം പ്രോപ്പറായിട്ട് സീൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റൂമിനെ നമ്മൾ സീൽ ചെയ്യുക. ഇത്തരത്തിലുള്ള വിൻഡോസ്, ഇത്തരത്തിലുള്ള ഓപ്പണിംഗ് ഒക്കെ അത് ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എ സി വെച്ചിട്ട് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് നമ്മൾ റൂമിൻ്റെ വോളിയം എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള എ സി ചൂസ് ചെയ്യുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തണുപ്പിക്കുന്നതിലല്ല കാര്യം, പ്രോപ്പറായിട്ട് റൂമിനെ കൂൾ ചെയ്തെടുക്കുക എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എ സി റണ്ണാവും. അത് പ്രോപ്പർ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാലേ കട്ട് ഓഫ് ആവും. അത് കഴിഞ്ഞാൽ വീണ്ടും റണ്ണാവും. അങ്ങനെ റണ്ണാവുന്ന സമയത്ത് റൂമിനകത്തെ ഹ്യൂമിഡിറ്റി നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബിൽഡിങ്ങിലേക്കുള്ള അല്ലെങ്കിൽ റൂമിനകത്തേക്കുള്ള ഹീറ്റ് ഗെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. മറ്റൊന്നുമല്ല, നമ്മുടെ വെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ സൗത്ത് സൈഡൊക്കെ പ്രോപ്പറായിട്ട് ഷെയ്ഡ്സ് കൊടുക്കുക. ഓപ്പണിംഗ് വരുന്നതും ഓപ്പണിംഗ് ഇല്ലാത്ത വാളുകളായാലും ഷെയ്ഡിങ് പ്രോപ്പറായിട്ട് കൊടുക്കുക. നമ്മളെ റൂഫ് പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക. കാരണം റൂഫിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹീറ്റ് ഗെയിൻ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വിൻഡോസ് അല്ലെങ്കിൽ ഓപ്പണിങ്സിനൊക്കെ കേർട്ടൻസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അതുവഴി നമുക്ക് നല്ല രീതിയിൽ ഹീറ്റ് ഗെയിൻ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹീറ്റ് ഗെയിൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എ സിയിലോട് കുറയ്ക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഒരു എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിലൊക്കെ ഇപ്പോൾ നമ്മൾ കൂളിംഗ് നമ്മുടെ വിൻഷീൽഡ്സിനൊക്കെ കൂളിംഗ് ആ സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിനകത്തേക്ക് വരുന്ന ഹീറ്റ് ഗെയിൻ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുവഴി എ സിയിലോട് കുറയുന്നതും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടുത്ത ഒരു പോയിന്റാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള പോയിന്റ്. കാരണം എ സി എന്ന് പറയുന്നത് നമുക്ക് റൂമിനകത്തേക്ക് ഫ്രഷ് എയർ കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മൾ
ഇടയ്ക്ക് നമ്മുടെ റൂമിനകത്തേക്ക് ഫ്രഷ് എയർ കൂടെ കൊണ്ടുവരിക. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു റൂം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂം എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂം തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മളത് ആ ഒരു തണുപ്പ് കിട്ടുക എന്നുള്ള പർപ്പസിനാണ് നമ്മൾ ആക്ച്വലി AC റൂമിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്തൊരു കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എയർ ക്രോസ് വെന്റിലേഷൻ നമ്മൾ ഈ ഒരു റൂമിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഈ ഒരു രീതിയിലായിരുന്നു ഇവിടുത്തെ കട്ടിലും അതിൻ്റെ ഹെഡ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ വിൻഡോ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇതാ ഇലകളൊക്കെ മൂവ് ചെയ്യുന്നത് കാണാം. അതായത് കാറ്റ് അവിടെ അടിക്കുന്നുണ്ട്. ആ കാറ്റിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഈ റൂമിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്രോസ് വെന്റിലേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ പകലുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഈ റൂമിന് എപ്പോഴും എയർ ടൈറ്റ് ആക്കി എപ്പോഴും AC യൂസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ നമുക്ക് വേറെ ഡിസ്കംഫോർട്ടൊന്നും ഇല്ലെങ്കിൽ ആ AC ഓഫാക്കി ഈ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എയർ മൂവ്മെൻറ്റ് നമുക്ക് ഈ റൂമിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി രാത്രി ആയി കഴിഞ്ഞാലും നമുക്കിവിടെ വേറെ ഹീറ്റ് ഗെയിനുകളൊന്നും ഇല്ല. ഈവൻ ഇപ്പോൾ പോലും നമുക്ക് നല്ല രീതിയിൽ എയർ മൂവ്മെൻറ്റ് ഇവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഹീറ്റ് ഗെയിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ AC വെച്ചിട്ട് നമുക്ക് ഈ റൂമിനെ കൂളാക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് AC ലോഡ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതും നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കാറൊക്കെ ക്ലോസ് ആയി കിടക്കുന്ന സമയത്ത് നേരെ കയറി AC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കാറൊന്ന് കൂളായി കിട്ടാൻ ഒത്തിരി സമയം എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ കാറിൽ കയറി കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യുക വിൻഷീൽഡ് മുഴുവൻ താഴ്ത്തിയതിന് ശേഷം ഫുൾ സ്പീഡിൽ ആ ഫാനൊക്കെ ഒന്ന് കറക്കുക. നമ്മളിനി കാറ് മൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ കാറിനകത്തെ ഹോട്ട് എയർ നമുക്ക് റിമൂവ് ആയി കിട്ടും. എന്നതിൻ്റെ ശേഷം നമ്മൾ AC ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കാറ് കൂൾ ഡൗൺ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ റൂം തണുപ്പിക്കുക എന്നുള്ളതല്ല നമുക്ക് കംഫോർട്ട് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക, എയർ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക. ഇത് മൂന്നും കൂടെ കൺട്രോൾ ചെയ്ത് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ കഴിഞ്ഞാലാണ് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂം എയർ കണ്ടീഷനും ചെയ്യാം, ഒരേ സമയം നമുക്ക് നല്ല കംഫോർട്ടബിൾ ആക്കി മാറ്റുകയും ചെയ്യാം. ഫുൾ ടൈം എയർ കണ്ടീഷനിൽ ഓടുന്ന റൂമുകളെ കുറിച്ചല്ല നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. എയർ കണ്ടീഷനിങ്ങും വേണം, എന്നാൽ നമുക്ക് നാച്ചുറൽ വെന്റിലേഷനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ കംഫോർട്ടബിൾ ആയിട്ട് പോകാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൺസേൺസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമുക്ക് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.